മഴത്തോരും മുമ്പേ പരമ്പരയിൽ ഉടൻ തന്നെ വരാനായിട്ട് പോകുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന സ്റ്റാൻലിയുടെ ബംഗ്ലാവിലുള്ള ജോലിക്കാരുടെ തട്ടിപ്പുകൾ ഓരോന്നായി പിടിക്കപ്പെട്ടുകയും തട്ടിപ്പ് നടത്തുകയും അതിന് കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികൾക്ക് വളരെ കൃത്യമായ വാണിംഗ് നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും സ്റ്റാൻലി അറിഞ്ഞിരുന്നില്ല. ഈ കള്ളത്തരങ്ങളൊക്കെ വിശ്വസ്തന്മാരെ പോലെ കൂടെ നിന്നിട്ട് ഇവർ ചെയ്തു എന്നുള്ളത് സ്റ്റാൻലി അറിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അലീനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അലീന ഒരു കാര്യവും സ്റ്റാൻലിയെ അറിയിക്കാതിരുന്നതും. എന്നാൽ ഔതക്കുട്ടിച്ചായന് ഇതെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു. ഈ കള്ളത്തരങ്ങളൊക്കെ പിടിക്കുന്ന സമയങ്ങളിൽ ഔതക്കുട്ടിച്ചായനും അലീനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഔതക്കുട്ടിച്ചായൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ, ഇവര് കാണിച്ച തട്ടിപ്പും വെട്ടിപ്പും ലാലിച്ചനോട് പറയണ്ടേ? വേണ്ട വല്യപ്പച്ച, നമുക്കൊരു തവണ ക്ഷമിക്കാം. ഇതൊക്കെ ക്ഷമിക്കാൻ കൊള്ളാവോ? തെറ്റ് ചെയ്തവര് മാത്രമല്ല വല്യപ്പച്ച കുറ്റക്കാര്, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയവരും കുറ്റക്കാരാണ്. ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചിരുന്ന ഭഗവാനും കൈയിട്ട് വാരുമെന്നല്ലേ ചൊല്ല്? അലീന പുഞ്ചിരിയോടെ പറഞ്ഞു. ഔതക്കുട്ടിച്ചായൻ വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ലാലിച്ചന്റെ തോട്ടത്തിലും നല്ല വെട്ടിപ്പ് നടക്കുന്നുണ്ടായിരിക്കും അല്ലേ മോളെ? അതും നമുക്ക് കണ്ടുപിടിക്കാൻ വല്യപ്പച്ച. പതുക്കെ മതി, ആരെയും നമ്മൾ ശത്രുക്കളാക്കരുതല്ലോ. അവരെ കൂടി നമ്മളുടെ കൂടെ ചേർക്കണം. ഔതക്കുട്ടിച്ചായൻ വാത്സല്യത്തോടെ അവളുടെ നേർക്ക് തലയാട്ടി. എന്നാൽ നമ്മുടെ പൗലോസ് ഇതിനകം തന്നെ ബാഗും അടുക്കി സ്റ്റാൻലിയുടെ മുമ്പിലെത്തിയിരുന്നു. സ്റ്റാൻലി ആശ്ചര്യത്തോടെ അയാളെ നോക്കി. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോവുകയല്ല മുതലാളി, വീട്ടിലൊന്ന് പോയിട്ട് വരാം. അതെന്താ ഇന്നു തന്നെ പോകാമെന്ന് വെച്ചത്? വീട്ടിൽ പോയിട്ട് കുറെ നാളായി മുതലാളി. അല്ല, ഇന്നലെയാണോ നിനക്ക് ബോധോദയം ഉണ്ടായത്? എനിക്കൊരു 5000 രൂപ വേണമായിരുന്നു. പൗലോസ് തല ചൊറിഞ്ഞു. സ്റ്റാൻലി രൂപ എടുത്തു കൊടുത്തു. പൗലോസ് വൈജുവിന്റെയും രാജപ്പന്റെയും അടുത്തു ചെന്നു. മുതലാളി അറിഞ്ഞോ സംഭവം വല്ലതും? വൈജു ആകാംക്ഷയോട് ചോദിച്ചു. ഇല്ല, ഇതുവരെ അറിഞ്ഞിട്ടില്ല. പൗലോസ് ചേട്ടൻ പോയിട്ട് വരുമോ? ബൈജു ചോദിച്ചു. എന്റെ പട്ടി പോലും വരത്തില്ല. എന്റെ വില എന്താണെന്ന് അയാൾ അറിയാൻ പോകുന്നതേയുള്ളൂ. മുതലാളിയുടെ അടുത്ത് പറഞ്ഞാ പോവാണെന്ന്. പോയിട്ട് വരാമെന്നാ പറഞ്ഞത്. പൗലോസ് ചേട്ടൻ രക്ഷപ്പെട്ടു. ഞങ്ങളെ കാര്യ കഷ്ടം. മുതലാളി എപ്പോഴാ വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇട്ടിട്ട് പോടാ. നിന്നെ പോലെ മിടുക്കനായ ഒരു ഡ്രൈവർക്ക് വേറെ എവിടെയാ ജോലി കിട്ടാത്തെ? അതുപോലെ തന്നെ രാജപ്പന് ഈ പട്ടികളെ താലോലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കളയ്ക്കാൻ പോയാൽ 10-250 രൂപ കിട്ടത്തില്ലേ? ഞാനിതാ പോവാണ്. ഇനി നമ്മൾ തമ്മിൽ കണ്ടാലായി, കണ്ടില്ലെങ്കിലായി. പൗലോസ് കാലുകൾ നീട്ടിവെച്ച് നടന്നു. 4 മണി കഴിഞ്ഞ നേരം വാഹനങ്ങളുടെ ഇരമ്പൽ കേട്ട് ഔതക്കുട്ടിച്ചായൻ ജനാല കർട്ടൻ വകഞ്ഞു മാറ്റി നോക്കി. ആരാ വല്യപ്പച്ച? അലീന ഇസ്തിരി ഇടുന്നതിനിടയിൽ ചോദിച്ചു. കാണണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഔതക്കുട്ടിച്ചായൻ കൈയാട്ടി വിളിച്ചു. അലീന ജനാലയ്ക്കരികിലെത്തി. അഴികൾക്കിടയിലൂടെ അവൾ കണ്ടു 3 കാറുകൾ, 2 ജീപ്പുകൾ, ഒരു ബൈക്ക്. മുറ്റത്ത് അവിടെ എവിടെയായി അവ വന്നു നിന്നു. വാഹനങ്ങളുടെ ഡോർ തുറന്ന് ഓരോരുത്തരായി ഇറങ്ങുകയാണ്. ഒരു കാറിൽ നിന്ന് ഒരു വൈദികൻ ഇറങ്ങി. അഞ്ചലിലെ വികാരി അച്ഛന്, ഔതക്കുട്ടിച്ചായൻ പറഞ്ഞു. മറ്റേ 2 കാറിലും വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരാ. ആഹാ, റീത്താമ്മയും എൽസമ്മയും ഇവരുടെ ആങ്ങളമാരും ബന്ധുക്കാരും പിള്ളേരും എല്ലാരും ഉണ്ടല്ലോ. ഏതാ വല്യപ്പച്ച എൽസമ്മ? അലീനക്ക് ആകാംക്ഷയായി. കാണിച്ചു തരാം. തൽക്കാലം നീ ഈ മുറിയിന്ന് പുറത്തിറങ്ങണ്ട കേട്ടോ. അവര് രണ്ടും കൽപ്പിച്ച വരവാ. ഔതക്കുട്ടിച്ചായൻ മുറിയിൽ നിന്ന് ഇടനാഴിയിലേക്ക് ഇറങ്ങി വാതിൽ ചേർത്തടച്ചു. അലീന ജനാലയ്ക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള സാരിയെടുത്ത ഒരു മധ്യവയസ്ക മുറിയിലേക്ക് കയറി വരുന്നതാണ് അവൾ കണ്ടത്. അലീന ജനാലയ്ക്കടുത്താണെന്നറിയാതെ അവർ അങ്ങിങ്ങു നോക്കിക്കൊണ്ട് മുറിയുടെ മധ്യഭാഗത്തേക്ക് വന്നു. അവരുടെ പിന്നാലെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ ടാനിയയെ അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടി അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന നിൽക്കുന്നത് കണ്ടതും അവളുടെ മുഖത്ത് ആഹ്ലാദം വിടർന്നു. മമ്മി, ദേ ആ ചേച്ചി നിൽക്കുന്നു. അവൾ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി തെല്ലുറക്കെ പറഞ്ഞു. മധ്യവയസ്കയായ സ്ത്രീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. റിട്ടയർ കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ എൽസമ്മ, തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ. മറ്റേ 2 പെൺകുട്ടികളും തന്റെ അനുജത്തിമാരാണ്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് ചെന്നു. അവൾ അവരെ നോക്കി മന്ദഹസിച്ചു. എൽസമ്മ അവളുടെ മുഖത്തേക്കു തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതിപ്പോയെന്ന് അലീനയ്ക്ക് തോന്നി. നോക്കുന്നുണ്ടെങ്കിലും അവർ കാണുന്നില്ല. അവരുടെ മുടി പലയിടത്തും നരച്ചിരുന്നു. കൺതടങ്ങളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ടു കിടന്നു.
അവരുടെ നെറ്റിയിലും കവിളുകളിലും നേരിയ ചുളിവുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതും എന്നാൽ ക്ഷീണിതവുമായ ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ സുന്ദരിയായിരുന്നുവെന്ന് അലീന ഊഹിച്ചു. അങ്ങോട്ടിരിക്കാമല്ലോ, അലീന സോഫയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഞെട്ടിയുണർന്ന പോലെ എൽസമ്മ വീണ്ടും അലീനയെ തന്നെ നോക്കി. ഒരു മാത്ര നേരത്തേക്ക് അവരുടെ മുഖത്ത് വെറുപ്പും നിന്ദയും ഇരമ്പിയിറങ്ങി. പൊട്ടിത്തെറിക്കും പോലെ അവർ എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന് അലീനയ്ക്ക് തോന്നി. പക്ഷേ അഗ്നിപർവ്വതത്തിന്റെ ജ്വാലമുഖം പെട്ടെന്ന് അണഞ്ഞതുപോലെ അത് അപ്രത്യക്ഷമായി. അവരുടെ രണ്ടാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്നു വീണു. അവൾ അതിൽ ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് അതിന്റെ മൃദുത്വം ആസ്വദിച്ചു. അനന്തരം അവൾ എഴുന്നേറ്റ് പോയി കിടക്കയിൽ കിടന്ന് ഒരു വട്ടം ഉരുണ്ടു. ടെൽസ, എൽസമ്മ ദേഷ്യത്തോടെ വിളിച്ചു. അപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ ഔതക്കുട്ടിച്ചായനും മുറിയിലേക്ക് വന്നു. റീത്താമ്മ അലീനയുടെ നേർക്ക് എരിയുന്ന ഒരു നോട്ടം നോക്കി. കണ്ടല്ലോ, വാ, റീത്താമ്മ അനുജത്തിയോട് പറഞ്ഞു. ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ മുറിയിൽ അങ്ങിങ്ങു നടക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അലീന. അവൾക്ക് 17 വയസ്സ് തോന്നിച്ചു. പക്ഷേ അത്രത്തോളം മാനസിക വളർച്ചയില്ലെന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അശ്രദ്ധമായിരുന്നു. അവളുടെ മുഖം അലങ്കരിക്കപ്പെട്ടിരുന്നില്ല. എണ്ണമയമോ ചിട്ടയോ ഇല്ലാത്ത മുടി അലസമായി പാറിക്കിടക്കുന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിരുന്നു. അലീന ഇത്തരം കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ടാനിയ മുറിയുടെ വാതിലിനരികിൽ തന്നെ നിന്നു. റീതാമയും എൽസമയും തിരികെ പോയപ്പോൾ ടെൽസയെ വിളിച്ചുകൊണ്ട് അവളും ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഔതക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നു. ലാലിച്ചന്റെ ഭാര്യയെ അത്, അവൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ശരിക്കും കണ്ടോ? സംസാരിച്ചോ? ഇല്ല. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. MLA-യും പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചയിലെ വികാരി അച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ 10-25 പേരുണ്ട്. ഞാൻ ചായ എടുക്കാൻ വല്യപ്പച്ച. എന്തിന്? അവര് ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാൻ വേണ്ടി വന്നിരിക്കുക. നീയാണ് അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവന്റെ പട്ടികളെയും പേടിച്ചിട്ടാ. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനും മടിയില്ലാത്തവരാ പുളിക്കൽ വീട്ടുകാര്. അങ്ങനൊന്നും പറയല്ലേ വല്യപ്പച്ച. എന്നോട് ദേഷ്യം കാണുമായിരിക്കും എന്ന് വെച്ച്. നിനക്കറിയാനിട്ടാ മോളെ. ചട്ടമ്പികളാ പുളിക്കൽക്കാര്. TBയിൽ വെച്ച് IAS-കാരിയെ നശിപ്പിച്ചവനാ അച്ഛൻ കുഞ്ഞ്. അലീന അമ്പരപ്പോടെ ഔതക്കുട്ടിച്ചായനെ നോക്കി. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മോൾ ഇവിടെ ഇരുന്നോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലാലിച്ചൻ ഒറ്റയ്ക്കല്ലേയുള്ളൂ. ഔതക്കുട്ടിച്ചായൻ മുറിയിൽ നിന്നിറങ്ങി വാതിൽ പുറമേ നിന്ന് അടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ആരോ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ച ക്ലിക്ക് ശബ്ദം കേട്ടു. അലീന വാതിലിന് നേർക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു സോപ്പ് പെട്ടി കടക്കാവുന്നിടത്തോളം മാത്രം വിടവ്. വാതിലിനപ്പുറത്ത് ആരോ നിൽപ്പുണ്ട്. ആരാണത്? അലീന ചോദിച്ചു. വാതിലിന്റെ വിടവ് കുറെ കൂടി വലുതായി. ഒരു ചിരിച്ച മുഖം. ടെൽസയായിരുന്നു അത്. അലീന കൈ കാട്ടി വിളിച്ചു. അവൾ അല്പം ശങ്കിച്ചു നിന്നു. പിന്നെ വാതിൽ അല്പം കൂടി തുറന്ന് നുഴഞ്ഞു കയറുന്ന പോലെ അകത്തേക്ക് കയറി. അവൾ അലീനയുടെ അടുത്ത് വന്നു. അലീന അവളെ അടിമുടി നോക്കി. പേരെന്താ? ടെൽസ ചോദിച്ചു. അലീന. സുഖമാണോ? അലീനയുടെ കണ്ണ് നിറഞ്ഞു. അതെ. അവൾ ടെൽസയുടെ തോളത്ത് സ്പർശിച്ചു. ടെൽസ ആശ്ചര്യത്തോടെ അവളെ നോക്കി. പപ്പയുടെ മോളാ? അലീന നിറമിഴികളോടെ തലയാട്ടി. അവൾ ടെൽസയുടെ ഇരു ചുമയിലും കൈവച്ചു. ചെവി മൂടിക്കിടന്ന മുടിയിഴകൾ പിന്നോട്ട് മാടിയൊതുക്കി. കവിളിണകളെ തലോടി. ടെൽസയ്ക്ക് ചിരി വന്നു. അവൾ അലീനയുടെ കൈത്തലം പിടിച്ചു നോക്കി. പനിയുണ്ടോ? ഇല്ല. ടെൽസ പഴയ പോലെ അലീനയുടെ കൈത്തലം പിടിച്ച് തന്റെ കവിളത്ത് ചേർത്ത് വെച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂട്, നല്ല സുഖം. അലീനയ്ക്ക് കരച്ചിൽ വന്നു. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ ചേച്ചി എന്ന് വിളിച്ചത്. അത് അന്തരാത്മാവിൽ നിന്ന് വന്നതാണ്. അലീന മെല്ലെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ പുറത്തും ശിരസിലും തലോടി. ഇത് ഇഷ്ടമായതുപോലെ ടെൽസ അവളോട് കുറെ കൂടി ചേർന്ന് നിന്നു. അലീന അവളുടെ മുഖം തന്റെ തോളിലേക്ക് അമർത്തി പിടിച്ചു. ടെൽസ മുഖമുയർത്തി അവളെ നോക്കി. എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. അലീന അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞങ്ങളെ വീട്ടിൽ വരുമോ ചേച്ചി? വരും. അലീന തേങ്ങി. ടെൽസ. റീതാമ്മയുടെ വിളി കോറിഡോറിൽ നിന്ന് കേട്ടു. ഞെട്ടലിൽ അവൾ പിടഞ്ഞു മാറി. ആന്റി വിളിക്കുന്നു, പിന്നെ വരാം. ടെൽസ വാതിലിന് നേർക്ക് ഓടി. പുറത്ത് കടന്ന് വാതിലടച്ചു. റീതാമ്മ അവളെ ശകാരിക്കുന്നത് അവ്യക്തമായി കേൾക്കാമായിരുന്നു. അലീന കിടക്കയിലേക്ക് ഇരുന്നു. എത്ര ശ്രമിച്ചിട്ടും കരച്ചിൽ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം സ്റ്റാൻലിയുടെ ലിവിംഗ് റൂമിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ സ്റ്റാൻലി അവരെ ഒരു ഹാളിലേക്ക് ആനയിച്ചു. 4 സോഫകളും കുറേയധികം കസേരകളും 4 ടീപ്പോ വലിയ വട്ടമേശയുമെല്ലാം ആ ഹാളിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നെന്നറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. MLA തോമസ് പരുത്തിക്കാടൻ പരിഭവം പറഞ്ഞു. ഞങ്ങൾ സോൾജേഴ്സ് ശത്രു സൈന്യത്തെ ഹാർദമായി സ്വീകരിക്കാറില്ല. സ്റ്റാൻലി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പറഞ്ഞു.
തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ പൊട്ടിച്ചിരിച്ചു. ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്നു സാരം. എല്ലാവരും ഇരിക്കണം, സ്റ്റാൻലി പറഞ്ഞു. സ്റ്റാൻലിക്കു പിന്നിൽ 2 നായ്ക്കൾ ചെവി വട്ടം പിടിച്ച് രംഗം ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. തോമസ് പരുത്തിക്കാടൻ തന്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്കു പരിചയപ്പെടുത്തി. പലരെയും മുൻപേ അറിയാമെങ്കിലും സ്റ്റാൻലി പരിചയപ്പെടുത്തലിന് വിധേയനായി നിന്നുകൊടുത്തു. ബാക്കിയുള്ളവർ റീത്താമ്മയും എൽസമ്മയും അവരുടെ ബന്ധുജനങ്ങളുമായിരുന്നു. റീത്താമ്മയും എൽസമ്മയും കുട്ടികളും ഒരേ സോഫയിലാണ് ഇരുന്നത്. ടെൽസ എഴുന്നേറ്റ് പോകാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും ടാനിയെ പിടിച്ചിരുത്തി. അതിനാൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയയോട് വഴക്കിടുകയും അവളെ മാന്തുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് കുശലാന്വേഷണം നടത്തി. ഇവിടെന്തു വിശേഷം? ബ്ലൂ ലേബൽ 2 എണ്ണം ഇരിപ്പുണ്ട്. റെമി മാർട്ടിൻ 1.5 എണ്ണം. ഹെന്നസി 3. എല്ലാം സിംഗപ്പൂരിൽ നിന്ന് ഫ്രണ്ട്സ് കൊണ്ടുവരുന്നതാണ്. എയർപോർട്ടിൽ നിന്നും കസ്റ്റംസിൽ നിന്നും ഇപ്പോൾ സാധനം കിട്ടുന്നില്ല, സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ പറഞ്ഞു. തോമസ് പരുത്തിക്കാടൻ ചമ്മലകറ്റാൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഈ സ്റ്റാൻലി തമാശ പറഞ്ഞാൽ തമാശയാണെന്ന് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല. മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണ് ഇവിടെ താമസം? സാവിത്രി വിശ്വംഭരൻ തിരക്കി. അല്ല, എന്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്. മൃഗങ്ങളുണ്ട്, പക്ഷികളുമുണ്ട്. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം? അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്. അവരെന്തുകൊണ്ടാ മിസ്റ്റർ സ്റ്റാൻലിയോടൊപ്പം താമസിക്കാത്തത്? അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയോടും മക്കളോടും ഒപ്പം താമസിക്കാത്തത്? എനിക്കു താല്പര്യമില്ലാത്തത് കൊണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്. എന്റെ ഭാര്യയുടെ ബന്ധുക്കൾ നിങ്ങളുടെ തലയിൽ കുത്തി നിറച്ച കുറെ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പെരുമാറണമെന്നുണ്ടെങ്കിൽ മാത്രം. നിങ്ങളാരും ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരല്ല. എന്നെ ആക്രമിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയതാണെന്ന് എനിക്ക് ശരിക്കും അറിയാം. കാര്യങ്ങൾ സംസാരിക്കണ്ടേ മിസ്റ്റർ സ്റ്റാൻലി? സാവിത്രി വിശ്വംഭരൻ ചോദിച്ചു. അറിയാവുന്ന കാര്യങ്ങളെ സംസാരിക്കാവൂ. ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വ്യക്തമായിരുന്നു. പിന്നീട് ഫാദർ ജെയിംസ് പുത്തൻചിറയാണ് സംസാരിച്ചത്. സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഫാദർ കാര്യം പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എന്റെ ഭാര്യ കുമ്പസാര കൂടിനരികെ വന്നു നിന്ന് പിറുപിറുക്കുന്നതോ അച്ഛൻ പള്ളിമേടയിൽ കയറി നിന്ന് കാണുന്നതോ അല്ല യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരിക. ശരി, ഞങ്ങൾ ഇവിടെ വന്ന് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെണ്ണ് താമസിക്കുന്നതായി അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളുമുണ്ട്. അതേപ്പറ്റി ചോദിക്കാനും. വെയിറ്റ് 1 മിനിറ്റ്, സ്റ്റാൻലി പരുത്തിക്കാടനെ തടഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഹാൾ വിട്ടിറങ്ങിപ്പോയി. വന്ന് എന്തിനാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. ആ പെണ്ണിനെ ഒഴിവാക്കണം. പിന്നെ സ്വത്ത്. അച്ഛൻ കുഞ്ഞ് മറ്റുള്ളവരെ ഓർമ്മിപ്പിച്ചു. തിരികെ വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെയും കണ്ട് ഹാളിലുണ്ടായിരുന്നവർ ആശ്ചര്യസ്തബ്ധനായി. സ്റ്റാൻലി അവളെ എല്ലാവർക്കും കാണത്തക്ക വിധം ചുമരോട് ചേർന്ന് കിടന്ന മേശയ്ക്ക് മുമ്പിൽ കൊണ്ടുചെന്ന് നിർത്തി. റോസ് നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് അലീന ആൾക്കൂട്ടത്തിന് മുമ്പിൽ പരിഭ്രമത്തിൽ കുതിർന്നു നിന്നു. ഇനി ചിലപ്പോൾ ഇതുപോലൊരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരുമുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എന്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത്. അലീന തന്റെ മുൻപിലുള്ള ആൾക്കൂട്ടത്തെ നോക്കി. എല്ലാവരുടെയും നോട്ടം തന്റെ നേർക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു തരം അധൈര്യവും ചാളിയവും അവളെ ഗ്രസിച്ചു. അവൾ സ്റ്റാൻലിയുടെ നേർക്ക് നോക്കിയിട്ട് അല്പം കൂടി ചേർന്നു നിന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു മുൻപ് പൊതുവായ ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ മറുപടി പറയാം. എന്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വിവരം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലാണ് ഇവൾ ഇത്രയും കാലം ജീവിച്ചത്. 24 വർഷം മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് ഇവൾ, സ്റ്റാൻലി പറഞ്ഞു. ഈ കഥയൊന്നും ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ? എൽസമ്മയുടെ സഹോദരൻ സ്റ്റീഫൻ അമർഷത്തോട് ചോദിച്ചു. പറയേണ്ട ആവശ്യം വന്നില്ല. എന്തുകൊണ്ട് എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ല? അവളെ ചതിക്കുകയായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്ന് മാത്രം. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊരു കുട്ടി ഉണ്ടായതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു സ്റ്റാൻലി? ഓർക്കാപ്പുറത്ത് അച്ഛൻ കുഞ്ഞിന്റെ നാവിൽ വിളഞ്ഞതാണെങ്കിലും അതൊരു കനത്ത ചോദ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയാൻ വിഷമിച്ചേ തീരൂ. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, ഞാൻ എന്തു ചെയ്യുമായിരുന്നോ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുമുണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ. ഉത്തരം അവരെ ചിന്താക്കുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപ്പെടുന്നിടത്തോളം. ഈ കുട്ടി മിസ്റ്റർ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? തോമസ് പരുത്തിക്കാടൻ ചോദിച്ചു.
എനിക്കു സംശയമില്ല. സംശയമുള്ളവർ ഞങ്ങളുടെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ പൊയ്ക്കൊള്ളണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. സ്റ്റാൻലി ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. ഇത്രയും കാലവും ഓർഫനേജിൽ ജീവിച്ചവളെ എന്തിനു ഇങ്ങോട്ട് കൊട്ടിയെടുത്തു? അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ? എൽസമ്മയുടെ അനുജത്തി ആൻമേരിയുടെ ഭർത്താവ് മൈക്കിൾ രോഷാകുലനായി. അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരു അനാഥയെ പോലെ ജീവിച്ചവളാ എന്റെ മകൾ. അത് അവളുടെ തെറ്റില്ല, മറ്റാരുടെയൊക്കെയോ തെറ്റാണ്. അതിന്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത്. ഇവളെ ഏതെങ്കിലും ഹോസ്റ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൂടായിരുന്നോ? നമുക്കത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, ഫാദർ ജെയിംസ് പുത്തൻതറ പറഞ്ഞു. അതിനല്ല ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് എന്റെ മകളോടൊപ്പം താമസിക്കുന്നത് ഇഷ്ടമാണ്. അവൾ കുറച്ചു കാലമെങ്കിലും സുഖമായും സന്തോഷമായും ജീവിക്കുന്നത് എന്റെ കൺമുന്നിൽ എനിക്ക് ഒന്ന് കാണണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാണിത്. അതുകൊണ്ട് അവളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള ഒരു ഫോർമുലയും ആരും ചിന്തിക്കുക പോലും വേണ്ട. ഞാൻ അവളെ ഉപേക്ഷിക്കില്ല, സ്റ്റാൻലി അസന്നിഗ്ധമായി പറഞ്ഞു. അലീന നിറ കണ്ണുകളോടെ മുഖം ചെരിച്ച് സ്റ്റാൻലിയെ നോക്കി. പപ്പ തന്നെയൊന്ന് ചേർത്തു പിടിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു. മോള് പൊയ്ക്കോ, ഇവർക്ക് ചായ കൊടുക്കണം. സ്റ്റാൻലി അവളുടെ തോളത്ത് മൃദുവായി തട്ടി. തലയാട്ടിയപ്പോൾ ഒരു കണ്ണീർ കണം അടർന്ന് കവിളത്ത് വീണു. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനുമുണ്ട്, സേവിച്ചൻ പറഞ്ഞു. ഇവളോട് ആരും ഒന്നും സംസാരിക്കേണ്ട. മോശമായ ഒരു വാക്കോ നോട്ടമോ പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. സ്റ്റാൻലി തന്റെ നിലപാട് വ്യക്തമാക്കി. അലീന പൊയ്ക്കൊള്ളൂ. അലീന ഹാളിൽ നിന്നും പോയി. സ്റ്റാൻലിക്ക് വേറെയും മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി കാണിക്കാറുണ്ടോ? വികാരി അച്ഛൻ നീരസത്തോടെ ചോദിച്ചു. സോറി ഫാദർ, സ്നേഹവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നില്ല. ആവശ്യമുള്ളവർക്കേ കൊടുക്കുന്നുള്ളൂ. 24 വർഷം മുമ്പ് സംഭവിച്ച അബദ്ധം സ്റ്റാൻലി എന്തിന് ഏറ്റെടുത്തു എന്നാണ് ഇവരുടെ ചോദ്യം. പരുത്തിക്കാടൻ തർക്കിച്ചു. സ്റ്റാൻലിയുടെ മകൾ ഏതു കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയാണ്. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം. ഇതൊക്കെ ഒരു കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കൊള്ളാമോ? സ്റ്റാൻലി ചെയ്ത തെറ്റിന്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, സംഭവിച്ചതൊന്നും തിരുത്താൻ പറ്റില്ല. സ്റ്റാൻലി അവളെ മാറ്റി താമസിപ്പിക്കില്ലെന്ന് തീർച്ചയാണോ? ചിനുകുൻ ചോദിച്ചു. ആകാശം ഇടിഞ്ഞു വീഴുന്നത് വരെ, സ്റ്റാൻലി മറുപടി നൽകി. എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം. ഉള്ള സ്വത്ത് 5 ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെയും മക്കളുടെയും പേരിലേക്ക് എഴുതി വെക്കണം. ബാക്കി ഒരു ഭാഗം ആർക്കാണ്? സ്റ്റാൻലിക്ക്. അപ്പൊ അലീനയ്ക്കോ എന്ന് ചോദിച്ചു സ്റ്റാൻലി. സ്റ്റാൻലിയുടെ വിഹിതം അവൾക്ക് കൊടുക്കാമല്ലോ. ഈ ഫോർമുല ആര് തന്നു? അതല്ലേ അതിന്റെ ന്യായം. ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അതെന്റെ മക്കൾക്ക് കൊടുക്കണോ അതോ കടലിൽ കൊണ്ടുപോയി കലക്കണോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ. അതനുസരിച്ച് മക്കൾക്കാണ് അപ്പന്റെ സ്വത്ത്. ആരും കടലിൽ കലക്കാറില്ല എന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോൾ കൊടുക്കേണ്ട സമയമാകട്ടെ, അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ഈ സ്വത്ത് ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? കല്യാണത്തിന് മുൻപും പിൻപും നിങ്ങൾക്ക് ഇതുപോലത്തെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഇനിയും ഓർഫനേജുകളിൽ നിന്നോ തെരുവിൽ നിന്നോ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം. അല്ലെങ്കിൽ പൂർവ്വ കാമുകിയായിരുന്നെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അതുമല്ലെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ. ഉള്ള സ്വത്തെല്ലാം ആ പെണ്ണിന്റെ പേരിലായി പോയാൽ സ്റ്റാൻലിയുടെ മക്കൾ എന്തു ചെയ്യും? തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരുമല്ലോ. അച്ഛൻ കുഞ്ഞ് ധാർമ്മിക രോഷത്തോടെ പറഞ്ഞു. ഓഹോ, എന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്. സ്റ്റാൻലി ചെറുതായൊന്ന് ചിരിച്ചു. അവർ പറയുന്നതിലും കാര്യമില്ലേ മിസ്റ്റർ സ്റ്റാൻലി? പരസ്പര വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിന്റെ അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടിയുണ്ടായെന്നും സ്റ്റാൻലി തന്നെ സമ്മതിച്ചതോടെ ആ അടിത്തറ തകർന്നു. ഇനിയും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്റ്റാൻലി പൊടുന്നനെ പൊട്ടിച്ചിരിച്ചു. എന്താണ് ഇത്ര ചിരിക്കാൻ? ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. വികാരി അച്ഛൻ മുഖം ചുളിച്ചു. ഇത്രയും വലിയൊരു തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടിയാൽ 24 വർഷം മുമ്പാണ് ഞാൻ അടിത്തറ തകർത്തത്. അന്ന് ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ടു പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയും വരെ എത്തിയതും. എന്നിട്ട് ഇന്നലെ എന്റെ ഭാര്യക്കും മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിരിക്കല്ലാതെ എന്തു ചെയ്യും ഫാദർ? അതല്ല സ്റ്റാൻലി പ്രശ്നം. പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിച്ചു. സ്റ്റാൻലിയുടെ സ്വത്ത് ഭാര്യക്കും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നായിരുന്നു അവരുടെ ധാരണ. മറ്റേ പെണ്ണു വന്നതോടെ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം ആ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടു. എൽസമ്മ പോയി ബിൽഗേറ്റിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്ക് ആയിരക്കണക്കിന് കോടി ഡോളർ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധം കിട്ടും.
നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ സ്റ്റാൻലി? വികാരിയച്ഛൻ ചോദിച്ചു. അതെ, സംശയം എന്താ? ഭർത്താവിന്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതികൾ എന്ന് വിശ്വസിച്ച ഒരു ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണ് ഫാദർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അങ്ങനെ പറയരുത് സ്റ്റാൻലി. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ഓരോരോ പ്രവർത്തികൾ അവരെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നു. അതെന്റെ കുറ്റമല്ല. എന്റെ റബ്ബർ തോട്ടത്തിലേക്കു തന്നെ കണ്ണു നട്ടിരുന്നിട്ടാണ്. അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്കൊരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നതല്ല അവരുടെ ചിന്താവിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് തങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കുമോ എന്നാണ്. സ്റ്റാൻലിയുടെ കടമ ചെയ്തിരുന്നെങ്കിൽ. സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യങ്ങൾ നടക്കില്ല. 1, എന്റെ മകളെ ഇവിടെ ഒന്ന് പറഞ്ഞയക്കില്ല. 2, സ്വത്ത് പങ്കുവയ്ക്കില്ല. ഭാര്യയുടെയും മക്കളുടെയും ന്യായമായ പരാതികൾ മതി. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യങ്ങൾ, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. വേറൊന്നും പറയാനില്ലല്ലോ. നമുക്ക് ഇവിടെ നിർത്താം. അങ്ങനെ തന്നിഷ്ടത്തിന് തന്നെത്താൻ തീരുമാനിച്ചാൽ പോരല്ലോ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. അച്ഛൻ കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ആരാ നിങ്ങളുടെ നേതാവ്? ഈ മീറ്റിംഗ് ഒന്ന് പിരിച്ചുവിട്ടേക്കണം. സ്റ്റാൻലി ജെയിംസ് പുത്തൻതറയെയും പരുത്തിക്കാടനെയും നോക്കി. സ്റ്റാൻലി വാതിലിനടുത്തേക്ക് നടന്നു. അങ്ങനെ പോകാൻ വരട്ടെ. 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ. സ്റ്റീഫൻ എഴുന്നേറ്റ് നിന്ന് തടഞ്ഞു. ഒരു മുരൾച്ച കേട്ട് എല്ലാവരും മേശവട്ടിലേക്ക് നോക്കി. ശാന്തമായി കിടന്ന നായ്ക്കൾ 2ഉം എഴുന്നേറ്റ് കാതു കൂർപ്പിച്ചു നിൽക്കുന്നു. അതിലൊരെണ്ണം സ്റ്റീഫനെ നോക്കി മുരളുന്നുണ്ട്. ഒരു പശുക്കിടാവിനോളം വലിപ്പമുള്ള ഒരു നായ നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നിട്ട് സ്റ്റീഫന്റെ നേർക്ക് വട്ടം പിടിച്ചു നിന്നു. സ്റ്റാൻലി വാതിൽ തുറന്നിട്ടു. ഇനി ഇവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. ആരും മിണ്ടിയില്ല. അന്യോന്യം ചില നോട്ടങ്ങൾ കൈമാറി. ഓരോരുത്തരായി വാതിൽ കടന്നു. ചായ കഴിച്ചിട്ടേ പോകാവൂ മിസ്റ്റർ പരുത്തിക്കാടൻ. എനിക്കൊരു കമ്പനി തരികയും വേണം, സ്റ്റാൻലി പറഞ്ഞു. എല്ലാവരും പുറത്തു കടക്കുന്നതുവരെ സ്റ്റാൻലിയും നായ്ക്കളും ഹാളിന്റെ വാതിൽക്കൽ തന്നെ നിന്നു. അങ്ങനെ അലീനയെ ആട്ടി ഇറക്കാൻ വന്ന എല്ലാവരും നാണം കെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി മഴത്തോരും മുമ്പേ പരമ്പരയിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതുവരേക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.